നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2024 മകം നാളുകാരുടെ ഗുണദോഷഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മകം നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവും രാശ്യാധിപൻ സൂര്യനുമാണ്. കാര്യങ്ങളെ മറച്ചു വെക്കാതെ സംസാരിക്കുന്ന പ്രകൃതക്കാരായ മകം നാളുകാർ പൊതുവെ തലകനം കൂടിയവരും സ്വപ്രയത്നത്താൽ ഉയർച്ചയിലെത്തുന്നവരുമാണ്. ആധ്യാത്മികവും പൂർവികവുമായ കാര്യങ്ങളിൽ ഏറെ തൽപരരാണ് ഈ നാളുകാർ. എന്നാൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്നവരുമാണ് ഇവർ. ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതം നയിക്കുന്ന ഇവരുടെ ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും. സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാത്ത മകനാളുകാർ മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കുന്നവരും സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിയിക്കുന്നവരുമാണ്. ഒന്നും തന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് മകനക്ഷത്രത്തിൽ ജനിക്കുന്നവർ. തികഞ്ഞ ആത്മാഭിമാനികളായ ഇവർ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരും സ്വന്തം കഴിവുകളിൽ അങ്ങേയറ്റം വിശ്വാസമുള്ളവരുമാണ്. തുറന്നടിച്ച് സംസാരിക്കുന്ന ഈ നാളുകാർ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഏറെ മിടുക്കുള്ളവരാണ്. ഇവർ നല്ല സൗന്ദര്യമുള്ളവരും ആകർഷണീയമായ വ്യക്തിത്വത്തിനുടമകളുമായിരിക്കും. മൃദുഭാഷികളും ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളിൽ ഏറെ തൽപരരുമായ മകനാളുകാർ പൊതുവെ ശാന്തജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മകനാളുകാർക്ക് ശനി 7 സഞ്ചരിക്കുന്നതുകൊണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറി വരുന്നതാണ്. അമിതമായ ഉത്കണ്ഠയും അലസതയും വർദ്ധിക്കുന്നതാണ്. എങ്കിലും ഇവരുടെ കർമ്മ മേഖല ഏറെ പുഷ്ടിപ്പെടും. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഈ വർഷം സാധിക്കുന്നതാണ്. ആഗ്രഹിച്ച ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്നതിലൂടെ ആത്മസംതൃപ്തി കൈവരും. മറ്റുള്ളവരാൽ അംഗീകരിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും. ദീർഘകാലമായുള്ള പല ആഗ്രഹങ്ങളും ഈ വർഷം സാധിക്കുന്നതാണ്. 2ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥാനം അപ്രതീക്ഷിതമായ സാമ്പത്തിക ചെലവുകൾക്ക് കാരണമാകും. ഇവർക്ക് ഈ വർഷം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ദീർഘകാലമായി കിട്ടാതിരുന്ന ബാങ്ക് ലോണുകൾ സാധ്യമാകുന്നതാണ്. ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയാൽ മകനാളുകാരായ വിദ്യാർത്ഥികൾക്ക് 2024 നേട്ടങ്ങളുണ്ടാകുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം നേട്ടങ്ങളുണ്ടാകുന്നതാണ്. ഉദരം, നേത്ര സംബന്ധിയായ രോഗങ്ങൾ എന്നിവ ഇവരെ അലട്ടും. വാഹനം മാറ്റി വാങ്ങുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ സാധിക്കും. ഭൂമി, വീട് എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ബന്ധുമിത്രാദികളുടെ സഹായവും പിന്തുണയും ലഭിക്കുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ ചിലപ്പോൾ പരാജയം സംഭവിച്ചേക്കാം. പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരവും അലച്ചിലും വർദ്ധിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഈ വർഷം ഏറെ നേട്ടങ്ങളുണ്ടാകും. സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണം ഏറി വരുന്നതാണ്. 7ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതിയാൽ വിവാഹ കാര്യങ്ങളിൽ തടസ്സം നേരിടുകയോ വിവാഹം മാറ്റിവെക്കുകയോ ചെയ്യുന്നതാണ്. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. പ്രതിസന്ധികളെ വകവെക്കാതെ ആത്മനിയന്ത്രണത്തോടെ കാര്യങ്ങളെ സമീപിക്കുവാൻ
മകനാളുകാർക്ക് സാധിക്കുന്നതാണ്. വർഷമധ്യത്തിന് ശേഷം ജോലിയിൽ പ്രൊമോഷൻ സാധ്യത കാണുന്നു. പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. കൃഷിയിൽ നിന്നുള്ള ആദായം കുറയുന്നതാണ്. വർഷാവസാനത്തോടെ സാമ്പത്തികമായ നേട്ടങ്ങൾ കൂടി വരികയും വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ദീർഘദൂര യാത്രകൾ നടത്തുകയും തീർത്ഥാടന വിനോദയാത്രകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതാണ്. വർഷാവസാനത്തോടെ കടങ്ങൾ വീട്ടുന്നതിന് സാധിക്കും. മകനക്ഷത്രത്തിൽ ജനിച്ചവർ നിത്യവും ഗണപതിയെ പൂജിക്കുകയും മകനക്ഷത്രവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ആദിത്യ പൂജയും ശിവപൂജയും നടത്തുകയും ചെയ്യേണ്ടതാണ്. മകനക്ഷത്രക്കാർ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര ക്രിയകൾ നടത്തേണ്ടതാണ്. ഇവർ പതിവായി ആദിത്യ പൂജ നടത്തുകയും ആദിത്യ സ്തോത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. ശനി ഇവരുടെ 7ാം ഭാവാധിപനായതിനാൽ വിവാഹത്തിന് കാലതാമസമുണ്ടായേക്കാം. ആയതിനാൽ പരിഹാരമായി ശനിയാഴ്ച വ്രതം നോക്കുകയും ശനീശ്വര പൂജ നടത്തുകയും ശാസ്ത്രക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നാളുകളുടെ ഫലങ്ങൾ അടുത്തുള്ള വീഡിയോകളിലൂടെ അവതരിപ്പിക്കുന്നതാണ്.